ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മർദ്ദിച്ചെന്ന പരാതിയിൽ AAP MP സ്വാതി മലിവാളിന്റെ മെഡിക്കൽ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പുറത്ത്. സ്വാതിയുടെ വലത് കണ്ണിന്റെ താഴെയും ഇടതുകാലിനും ചതവുണ്ടെന്ന് റിപ്പോർട്ട്. വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്വാതി മലിവാളിനെ പുറത്തേക്ക് ഇറക്കുന്നത് ഉൾപ്പെടെ 2 ദൃശ്യങ്ങൾ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു. മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടും സ്വാതി മലിവാളിന്റെ ദൃശ്യങ്ങളിൽ കാണാനില്ലെന്ന് മന്ത്രി അതിഷി പറഞ്ഞു. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, മന്ത്രി അതിഷി ഇങ്ങനെ പറയുമ്പോഴും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ കണ്ണിന് താഴെയൊക്കെ ചതവുകളുണ്ട് എന്ന് പറയുമ്പോൾ മർദ്ദനമേറ്റിരുന്നു എന്ന് തന്നെയാണോ? സ്മിത, അതിഷിക്ക് സ്വാതി മലിവാളിന് മർദ്ദനമേറ്റതായി തന്നെ പരിക്കുകൾ ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ എയിംസിൽ നിന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ സ്വാതി മലിവാൾ നേരത്തെ ആരോപിച്ചിരുന്നത് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി അടിവയറ്റിലടക്കം മർദ്ദനമേറ്റു, അതോടൊപ്പം തന്നെ ഇടുപ്പിലടക്കം പരിക്കേറ്റിട്ടുണ്ടെന്നാണ് സ്വാതി മലിവാൾ നേരത്തെ ആരോപിച്ചത്. അത്തരത്തിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്ന ഒരു വാദമാണ് സ്വാതി മലിവാൾ ഉന്നയിച്ചത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടി ഇന്നിപ്പോൾ 2 ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ദൃശ്യത്തിൽ സ്വാതി മലിവാൾ പുറത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി വരുന്ന ദൃശ്യങ്ങൾ കാണാം. അതുകൊണ്ട് തന്നെ ഇതിലൊരു അടിമൂടി ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും പറഞ്ഞിരിക്കുന്നത്. കാരണം 2 ദിവസം നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടും സ്വാതി മലിവാളിന്റെ ദൃശ്യങ്ങളിൽ കാണാനില്ലെന്നാണ് മന്ത്രി അതിഷിയുടെ പ്രതികരണം.